നമസ്കാരം, വെൽക്കം ബാക്ക് ടു ആര്യനമ. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ട്രിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇതിന് പുറമെ ഞാൻ കുടജാത്രയിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആൻഡ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ബഡ്ജറ്റ് വീഡിയോസ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇറക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് നിന്നായിരുന്നു ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. രാത്രി 12 മണീൻ്റെ ട്രെയിനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. കൃത്യം 7:10 ആയിരുന്നപ്പോൾ നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഷെയർ ഓട്ടോ ടാക്സീസ് ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെ നിന്ന് ഒരു 600-700 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലെത്തും. അവിടെ ചെറിയ പൈസയ്ക്ക് നമുക്ക് 1 മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ ബസ്സിൽ. അപ്പോൾ കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ദിസ്. 48 രൂപ ഏറ്റാനാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതർവൈസ് ഓട്ടോ ടാക്സിക്കൊക്കെ 1200 രൂപ വരെ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പ്രീ ബുക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 ഗസ്റ്റ് ഹൗസ് അവിടെ ഉണ്ട്. 400-500 ആണ് റേറ്റ് വരുന്നത് ഡബിൾ റൂമിനൊക്കെ. സിംഗിൾ റൂമിന് ഒരു 100-200 കുറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് നേരെ ടെമ്പിളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 200-300 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ ടെമ്പിളിലേക്ക്. അധികം തിരക്കൊന്നും ഇല്ലാണ്ട് രാവിലെ തന്നെ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും. അധികം തിരക്കൊന്നുമില്ലായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഞങ്ങൾ വർക്കിംഗ് ഡേയിലായിരുന്നു പോയത്, അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് ഒരു ജസ്റ്റ് റൂമിൽ വന്നൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മുടെ കുടജാത്രയിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് കുടജാത്രയിലേക്കുള്ള ജീപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക. കാരണം 6 മണിക്ക് ശേഷം അവിടെ ഫോറസ്റ്റ് അടയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് നമ്മൾ കുടജാത്രയിൽ കയറി ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. സോ ഒരാൾക്ക് അവർ 500 രൂപേൻ്റെ അടുത്താണ് ചാർജ് വാങ്ങുന്നത് കേട്ടോ. 470-80 ആ ഒരു റേറ്റിൽ. അതിൽ 70 ഫോറസ്റ്റ് എൻട്രി ആയിട്ടാണ് എടുക്കുന്നത്, ബാക്കി അവരുടെ ചാർജും. ഈ ഒരു ട്രക്കിങ്ങിന് ഓൾമോസ്റ്റ് 38 കിലോമീറ്റേഴ്സ് ആണുള്ളത്. 30 കിലോമീറ്റർ റോഡും ഒരു 8 കിലോമീറ്റർ ഓഫ് റോഡും ആണ്. അപ്പം നടുവേദന ഉള്ളവർ, അതുപോലെ തന്നെ കൈക്കുഞ്ഞായിട്ട് ചെറിയ മക്കളൊക്കെ പോവാത്തതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പ്രിഫർ. ജീപ്പ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തുക കേട്ടോ. അവിടെ ചെറിയ 2-3 ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ തൊയ്തിട്ട് കുടജാത്രയിലേക്കുള്ള യാത്ര തുടരാം. ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് സൗപർണിക റിവർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇനിയും കയറാനുണ്ട്, ഇത്രയും ഇനിയും കയറാനുണ്ട്. കുറേ നമ്മൾ കവർ ചെയ്തു. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഓഫ് റോഡ് വൺസെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ്. റെയിനി സീസൺ ഒന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് സോ ബ്യൂട്ടിഫുൾ, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന്. ഒന്നും പറയാനില്ല. ചെറിയൊരു തണുപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സുഖം. ബട്ട് കുറേ ഉണ്ട് കയറാൻ. ജീപ്പ് ഇറങ്ങി നമ്മൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 hourൻ്റെ അടുത്തുണ്ടാവും കേട്ടോ പോയി വരാനൊക്കെ. പിന്നെ അത് സ്പീഡ് കയറുന്നവർക്കും മെല്ലെ വരുന്നവർക്കും അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് സ്പീഡിൽ കയറുന്നുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് ഒരു 1 hourൻ്റെ അടുത്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നടന്ന് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് കയറി വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആകാശത്തിൻ്റെ ആ ഒരു മേഘങ്ങളുടെ മൂവ്മെൻറ്റ് ഒക്കെ നമുക്ക് നല്ലോണം അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ആ മുകളിലെത്തുമ്പോൾ നല്ല കോടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ ഈ ഒരു സർവജ്ഞപീഠം കിട്ടിയപ്പോൾ കിട്ടിയൊരു എനർജി എന്ന് പറയുമല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ കയറിയ ടൈമിൽ നമ്മളൊരു കൂട്ടത്തോടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആളുള്ളത് കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലൊരു വ്യൂ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കണ്ടന്നെ അറിയേണ്ടതാണ്. പക്ഷെ എത്രത്തോളം ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഫീലായിരുന്നു അവിടെ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നേരമെങ്കിലും സർവജ്ഞപീഠത്തിൽ ഇരിക്കണം എന്ന് ആ ഒരു അരവിന്ദൻ്റെ അതിഥികൾ മൂവി കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് സാധിച്ചൊരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളോട് തിരിച്ച് 6 മണീൻ്റെ മുമ്പ് ഫോറസ്റ്റ് ക്രോസ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വരുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു. കാരണം കോട കയറിയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒന്നിങ്ങനെ ഇരുട്ടിക്കണ പോലെ. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണം, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോയിൽ ആഡ് ചെയ്താൽ കേട്ടോ ഈ ഒരു ക്ലിപ്പ്. നമ്മൾ തിരിച്ച് ടെമ്പിളിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ടെമ്പിളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ 9 മണിയാകുമ്പോൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കഷായം കുടിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ മാറുന്നൊക്കെയാണ് ഐതിഹ്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും അവിടുന്ന് കൊടുക്കില്ല. അപ്പോൾ നമ്മളോട് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ രാത്രി നമുക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ കിടന്നുറങ്ങി. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് സൗപർണികയിലേക്കാണ് വന്നിട്ടുള്ളത്. കുളിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി കുളിച്ചിട്ടൊക്കെ ഇവിടെ ഒന്ന് കാണാമെന്നുള്ളൊരു രീതിക്ക് വന്നതാണ്. ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 200 മീറ്റർ നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെയും നമ്മളൊന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നേരെ നമ്മൾ ഉടുപ്പിക്ക് തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 2 മണിക്കൂറത്തെ ബസ് യാത്രയായിരുന്നു ഉടുപ്പിക്ക് ഉണ്ടായിരുന്നത്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതും കേൾക്കുന്നതും. പക്ഷെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ചില സ്പെസിഫിക് ഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഏകാദശി ദിനത്തിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമ്മൾ ഫുള്ളൊന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിന്നിട്ടോ. ഞങ്ങൾ പോയത് ഏകാദശി ആയതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് അടുത്ത ട്രെയിൻ തിരിച്ചിട്ടുണ്ടായിരുന്നു. വീക്കിലി ഉണ്ടാവുന്ന ട്രെയിനായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദി ട്രെയിൻ. എനിവേ നമ്മൾ രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാലിക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ പിന്നെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ വ്ളോഗ് മൂകാംബിക യാത്രയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ യാത്രാ വിശേഷങ്ങൾ, എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.